നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. IPL-ൽ പ്ലേ ഓഫുകൾ ഇന്നു മുതൽ തുടങ്ങും. ഒന്നാം സ്ഥാനക്കാരായ RCBയും രണ്ടാം സ്ഥാനക്കാരായ ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലാണ് ആദ്യത്തെ മത്സരം. ഇന്ന് രാത്രി 7:30-നാണ് മത്സരം. ധരംശാലയിലാണ് മത്സരം നടക്കുന്നത്. ധരംശാല പിച്ച് ബാറ്റിംഗ് പിച്ചാണ്. 211 റണ്ണാണ് ഇതുവരെയുള്ള ബാറ്റിംഗ്. 3 കളികളാണ് ഈ IPL സീസണിൽ അവിടെ നടന്നത്. അതിൽ 211 റണ്ണാണ് ശരാശരി അവിടെ പിറന്നിട്ടുള്ളത്. ടോസ് കിട്ടുന്ന ടീം രണ്ടാമത് ബാറ്റ് ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. 2 തവണ ഈ 3 കളികളിൽ 2 തവണയും രണ്ടാമത് ബാറ്റ് ചെയ്തവരാണ് ജയിച്ചത്. അതുകൊണ്ട് ടോസ് കിട്ടിയാൽ ഉടൻ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കാനാണ് എല്ലാ ടീമുകളും ആഗ്രഹിക്കുന്നത്. രണ്ടാമത് ബാറ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് പിച്ചിനെ സംബന്ധിച്ചിടത്തോളം. ഇനി ടീമുകൾ. ഒന്നാം സ്ഥാനത്തുള്ള RCBക്ക് ഇതുവരെ 14 കളികളിൽ 9 കളിയാണ് ജയിച്ചത്. 5 എണ്ണം തോറ്റു. 18 പോയിൻ്റാണ് അവർക്കുള്ളത്. അവർ ഒന്നാം സ്ഥാനത്താണ്. അവരുടെ ബാറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വിരാട് കോഹ്ലി നയിക്കുന്ന ബാറ്റിംഗ് ആണ്. 557 റണ്ണാണ് ഇതുവരെയായിട്ട് വിരാട് കോഹ്ലി അടിച്ചിട്ടുള്ള ഈ സീസണിൽ. ഒരു സെഞ്ചുറി അടിച്ചു. തുടർച്ചയായി കളിക്കുകയാണ്. നല്ല സ്ഥിരതയുള്ള കളി ആണ് കാഴ്ചവെക്കുന്നത്. പിന്നെ ഓപ്പണിങ്ങിൽ ഫിൽ സാൾട്ട്, പിന്നീട് വരുന്ന മലയാളി താരം ദേവ്ദത്ത് പടിക്കൽ, ടിം ഡേവിഡ്, ക്യാപ്റ്റൻ രജത് പട്ടിദാർ. ഗംഭീര പ്ലെയറാണ്, ഉഗ്രൻ പ്ലെയറാണ്. അങ്ങനെ അവരുടെ ബാറ്റിംഗ് ഒരുവിധം ശക്തമാണ്. ഇനി ബൗളിങ്ങിലേക്ക് എടുത്തു നോക്കിയാലോ, ഭുവനേശ്വർ കുമാറും ജോഷ് ഹേസൽവുഡും ചേർന്നുള്ള ഓപ്പണിംഗ് ബൗളിംഗ് കൂട്ടുകെട്ട് എക്കാലത്തെ മികച്ച ഓപ്പണിംഗ് ബൗളിംഗ് കൂട്ടുകെട്ടാണ്. ഈ IPL-ലെ ഏറ്റവും മികച്ച ബൗളിംഗ് കൂട്ടുകെട്ടാണ്. അതിൽ ഭുവനേശ്വർ കുമാർ 24 വിക്കറ്റ് എടുത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഈ IPL-ൽ. ജോഷ് ഹേസൽവുഡും അതായത് പ്രത്യേകിച്ചും പവർ പ്ലേയിൽ വിക്കറ്റ് വീഴ്ത്തുന്നതിൽ അതികേമനാണ് ജോഷ് ഹേസൽവുഡ്. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ഫാസ്റ്റ് ബൗളിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. ഇനി സ്പിന്നിങ് ഡിപ്പാർട്ട്മെൻറ്റിനെ ലീഡ് ചെയ്യുന്നത് കൃണാൽ പാണ്ഡ്യയാണ്. കൃണാൽ പാണ്ഡ്യ മികച്ചൊരു ലെഫ്റ്റ് ആം സ്പിന്നർ, ഇടങ്കയ്യൻ സ്പിന്നറാണ്. അദ്ദേഹം ഒരു മികച്ച ബാറ്റർ കൂടിയാണ്. അത് ഈ IPL-ൽ അദ്ദേഹം തെളിയിച്ചതാണ്. ഒരു മത്സരത്തിൽ മുന്നിൽ നിന്ന് നയിച്ച് ബാറ്റ് ചെയ്ത് ടീമിനെ വിജയിപ്പിച്ച മാച്ച് സ്പിന്നറാണ് കൃണാൽ പാണ്ഡ്യ. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ബാറ്റിങ്ങും ബൗളിങ്ങും കിടക്കുന്നത്. ഫീൽഡിങ്ങും മികച്ച ഫീൽഡിംഗ് ടീം കൂടിയാണ് അവർ. കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചോ, അവർ 14 മത്സരങ്ങളിൽ 9 എണ്ണം, ഇതുപോലെ തന്നെ RCB പോലെ തന്നെ 9 എണ്ണം ജയിച്ചു, 5 എണ്ണം തോറ്റു. അവർക്കും 18 പോയിൻ്റായിരുന്നു. പക്ഷേ നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനത്തേക്ക് വന്നു. അത്രേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ബാറ്റിങ്ങിൽ ഓപ്പണിംഗ് നോക്കൂ. ശുഭ്മാൻ ഗിൽ, സായി സുദർശൻ. ഈ IPL-ലെ അല്ല, കഴിഞ്ഞ 3-4 IPL സീസണുകളിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ്. അതിൽ സായി സുദർശൻ 638 റണ്ണുമായി 1-ാം സ്ഥാനത്താണ് റൺ അടിച്ചത്. തൊട്ട് പിറകെ ശുഭ്മാൻ ഗിൽ ഉണ്ട് 616. ഇവർ ചേർന്നാണ് ഓപ്പണിംഗ്. ഒരു ടീമിൻ്റെ ഒരു ശക്തി അത് ആലോചിച്ചാൽ മനസ്സിലാവും. ഇനി മൂന്നാമത് വരുന്ന ജോസ് ബട്ട്ലർ 469 റണ്ണ് ഇതുവരെ അടിച്ചിട്ടുണ്ട്. അതായത് സാമാന്യം നന്നായി ജോസ് ബട്ട്ലറും ബാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബാറ്റിങ്ങൊക്കെ വളരെ ശക്തമാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം. അവർ ബൗളിംഗ് നോക്കിയാലോ, കഗീസോ റബാദ 24 വിക്കറ്റാണ്. ഭുവനേശ്വർ കുമാറിനെ പോലെ തന്നെ, RCBയുടെ ഭുവനേശ്വർ കുമാറിനെ പോലെ തന്നെ 24 വിക്കറ്റുമായിട്ട് കഗീസോ റബാദയുമുണ്ട്. പിന്നെ മുഹമ്മദ് സിറാജ് 17 വിക്കറ്റ് എടുത്ത് മുഹമ്മദ് സിറാജും ഗംഭീര ഫോമിലാണ്. അവരുടെ സ്പിന്നർ റാഷിദ് ഖാൻ 19 വിക്കറ്റ് എടുത്ത് അതിഗംഭീര ഫോമിലാണ്. അപ്പോൾ അവരുടെ ബൗളിങ്ങും കൃത്യമായിട്ടുള്ള സെറ്റായിട്ട് നിൽക്കുന്ന ബൗളിങ്ങുമാണ്. ഇനി ഈ കളികളിൽ ഏറ്റവും കൂടുതൽ ഹെഡ് ടു ഹെഡ് നേർക്കുനേർ വരുന്ന 2 കളിക്കാർ എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയും കഗീസോ റബാദയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു വിരാട് കോഹ്ലി വേഴ്സസ് കഗീസോ റബാദ കളിയായിരിക്കും എന്ന് വരെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നുണ്ട്. വിരാട് കോഹ്ലി മൊത്തം കഗീസോ റബാദയെ നേരിട്ടത് 70 പന്തുകളാണ്. IPL-ൽ 89 റണ്ണാണ് ആകെ അടിച്ചത്. 12.1 ശരാശരി. 7 തവണ കഗീസോ റബാദ കോഹ്ലിയെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ റബാദയ്ക്ക് തന്നെയാണ് മുൻതൂക്കം ആ മത്സരത്തിൽ, അവർ നേർക്കുനേർ വരുമ്പോൾ. ഇതാണ് ഇന്ന് ഈ കഗീസോ റബാദയും വിരാട് കോഹ്ലിയും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വേണ്ടി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. അങ്ങനെ മൊത്തത്തിൽ തുല്യ ശക്തികൾ, എല്ലാ അർത്ഥത്തിലും ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഫീൽഡിങ്ങിലും തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമാണ്. ആരും ജയിക്കാം, ആരും തോൽക്കാം. ഇത് ഈ ആദ്യ 1-2 സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഒരു കളി കൂടി ക്വാളിഫയറിലുണ്ട്. അതായത് 3ഉം 4ഉം സ്ഥാനത്തുള്ളവർ തമ്മിൽ മത്സരിച്ച് ജയിച്ചു വരുന്നവരായിട്ട് രണ്ടാമതൊരു കളി കൂടി, അവസരം കൂടി കിട്ടും എന്നതാണ് ഒന്നാമതും രണ്ടാമതും വരുന്ന ടീമുകൾക്കുള്ള ഭാഗ്യം. അവർക്കൊരവസരം കൂടി കിട്ടും. എന്തായാലും ഇത് ജയിച്ച് നേരെ ഫൈനലിലേക്ക് എത്താനാണ് ഏത് ടീമും ശ്രമിക്കുക. അത് ഇവർ രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. ഇവർ തുല്യ ശക്തികളുമാണ്. അതുകൊണ്ട് ആര് ജയിക്കും, ഇത് പ്രധാനപ്പെട്ട മത്സരമാണ്. അതുകൊണ്ട് ഒരു പ്ലേ ഓഫാണ്. അപ്പോൾ അതിൽ ഏറ്റവും നന്നായി ആ മൊമെൻറ്റ്സുകൾ വിജയിക്കുന്നവരാണ് കളി ജയിക്കുക.